നമസ്കാരം. എൻ്റെ പേര് ജസ്ന. ഞാൻ കേരളത്തിൽ ട്രിവാൻഡ്രത്ത് നിന്നും UK-യിൽ പീറ്റർബർഗിൽ നിന്നുമാണ് വരുന്നത്. വളരെ സന്തോഷം ഇത്രയും വലിയൊരു ചാനലിന്റെ ഭാഗമായി ഇവിടെ നിൽക്കാൻ കഴിഞ്ഞത്. And we have such an enthusiastic and energetic audience and young talented panel board. So happy to be here. I'm so proud. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ UK-യിൽ എത്തിയിട്ട് 3 വർഷമായി. ഒരു കമ്പനിയിൽ ഇലക്ട്രിക്കൽ ഡിസൈൻ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുവാണ്. നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഏത് വീഡിയോസും ഞങ്ങൾക്ക് അയച്ചു തരിക എന്ന ഫ്ലവേഴ്സിന്റെ അഡ്വർടൈസ്മെന്റ് ആണ് എന്നെ ഈ വേദിയിൽ എത്തിച്ചത്. താങ്ക് യു സോ മച്ച്. കഴിവ് എന്നതിനേക്കാൾ ഉപരി ശരിക്കും ആങ്കറിംഗ് എന്നത് ഒരു എന്റെ ജോബിനൊപ്പം തന്നെ ഒരു പാഷനായിട്ട് കൊണ്ടുനടക്കുന്ന വ്യക്തിയാണ്. പാട്ട്, ഡാൻസ് എന്ന മേഖലയിൽ വലിയ കഴിവൊന്നുമില്ല, പക്ഷെ ആങ്കറിംഗ് ചെയ്തു വരുന്നു. UK-യിൽ മലയാളി അസോസിയേഷൻസ് ഇവന്റ്സിലൊക്കെ ആങ്കറിംഗ് ചെയ്തു വരുന്നു. അതാണ് എന്നെ സംബന്ധിച്ച് പറയാൻ. ദാറ്റ്സ് ഓൾ അബൌട്ട് മീ. ആങ്കറിംഗ് എത്ര വർഷമായി ഒരു ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങിയിട്ട്? സ്കൂൾ ടൈമില് എലക്യൂഷൻ ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സ്കൂൾ ടൈം വിട്ടപ്പോ അത് ശരിക്കും ഒരു എന്താണ്, നമ്മുടെ വെഡിങ് ഫങ്ഷൻസ്, മാരേജ് ഫങ്ഷൻസ്, അങ്ങനത്തെ ചെറിയ ചെറിയ ഇവന്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം UK-യിൽ എത്തിയപ്പോൾ ജോബിന്റെ കൂടെ തന്നെ അതൊരു പാഷനായിട്ട് പ്രൊഫഷനായിട്ടും വളരാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യം, എന്റെ ജോബിനൊപ്പം തന്നെ. ഓക്കെ, ഇതുവരെ ചെയ്തതില് ഏറ്റവും ഒരു ബിഗ്ഗസ്റ്റ് ഇവന്റ് അല്ലെങ്കിൽ ബിഗ്ഗസ്റ്റ് ഒരു ഫംഗ്ഷൻ ഹോസ്റ്റ് ചെയ്തത് ഏതാ? ഏറ്റവും ലേറ്റസ്റ്റ് ചെയ്തത് പീറ്റേഴ്സ്ബർഗ് മലയാളി അസോസിയേഷന്റെ ന്യൂ ഇയർ സെലിബ്രേഷൻ ആയിരുന്നു. അത് ഒത്തിരി അസോസിയേഷൻസ്, എല്ലാ അസോസിയേഷൻസും വലിയ അസോസിയേഷനാണ്. കേംബ്രിഡ്ജ് മലയാളി അസോസിയേഷൻസിന്റെ ഓണാഘോഷം, പിന്നെ നമ്മുടെ മാർക്കറ്റ് ഡീപ്പിംഗ് എന്ന് പറയുന്ന പീറ്റർബർഗിന്റെ തന്നെ വേറൊരു അസോസിയേഷൻ, അവരുടെ ക്രിസ്മസ്, ന്യൂ ഇയർ, എല്ലാ അസോസിയേഷൻസിന്റെയും ഇവന്റ്സിന്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാഹചര്യം കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഏത് തരത്തില് ആങ്കർ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം? കൂടുതൽ ഇന്ററാക്ട് ചെയ്തിട്ട് ഓഡിയൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ജസ്റ്റ് ഫണ്ണായിട്ട്, കൂടുതൽ ഇങ്ങനെ പഠിച്ചു പറയുന്നതിനേക്കാൾ ഒരു ഫൺ വേയിൽ ഇന്ററാക്ട് ചെയ്യാനാണ് ഇഷ്ടം. ഇവരോട് ആരോടെങ്കിലും ഒക്കെ ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ആരെങ്കിലും ഒന്ന് ഇന്ററാക്ട് ചെയ്ത്. ഹലോ എവരിവൺ, അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ച് നിങ്ങൾ ഉറങ്ങുവാണോ? അല്ലെങ്കിൽ ഒന്ന് കൈയടിച്ചേ. എനിക്ക് തോന്നുന്നു കൈയടിയേക്കാൾ നമ്മൾ മലയാളികൾക്ക് ഏറ്റവും വലിയ പ്രോത്സാഹനം കൂവലാണ്, അല്ലെ? We got such an enthusiastic and energetic audience. ഇത് പോരെ നമുക്ക് അടിച്ചു പൊളിച്ച്. താങ്ക് യു സോ മച്ച്. സാധാരണ എന്റെ പ്രോഗ്രാമിന് കൂവു എന്ന് പറയാൻ തന്നെ കൂവല് കിട്ടാറുണ്ട്. അപ്പൊ ചോദിച്ചു വാങ്ങിയ സ്ഥിതിക്ക് ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് ഫോർ എ മലയാളി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കൂവലാണ്. അതെ അതെ, കൂവലില്ലെങ്കിൽ അത് നമ്മുടെ പ്രോഗ്രാം വളരെ ശോകമായിരിക്കും. പിന്നെ പ്രോഗ്രാം നന്നാവുന്നതോട് കൂവല് മാറി സ്നേഹപ്രകടനം നേരിട്ടെത്തും. നമുക്കറിയാം, നമ്മൾ മലയാളികളുടെ ഹൃദയത്തിൽ കയറിയ അങ്ങയുടെ സ്ഥാനം, അതുകൊണ്ട് അതിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. വി ഓൾ ലവ് യു. എന്നെ വീഴ്ത്തിയ ഇവിടെ. ഓക്കെ, എന്തായാലും കലക്കി. ഇപ്പോ എന്താ പറയാ, ഇവിടെ ഒരു ഓഡീഷൻ നടക്കുക. അപ്പോ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നവരോട് എന്താണ് പറയാ? എല്ലാവർക്കും നമസ്കാരം. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫസ്റ്റ് ഓഫ് ഓൾ ഫോർ ദിസ് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. 2022 ജനുവരി 15 ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ UK-യിൽ എത്തുമ്പോൾ എന്റെ ഒരേ ഒരു ആഗ്രഹം പഠിച്ച ഫീൽഡിൽ തന്നെ ജോബ് വാങ്ങുക എന്നുള്ളതായിരുന്നു. കാരണം UK-യിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ടെൻഡൻസി, നമ്മൾ പഠിക്കുന്നതൊന്ന്, വർക്ക് ചെയ്യുന്നത് വേറൊരു ഫീൽഡ്. അതിന്റെ ഫലമായി അനുഭവിക്കുന്ന മെന്റൽ സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരുന്ന പല വീഡിയോകളും അതിന് ഉദാഹരണമാണ്. ഒരുപക്ഷെ പ്രവാസിയായി എത്തുന്ന നമ്മൾ ഇഷ്ടം കൊണ്ടല്ലായിരിക്കാം മറ്റൊരു ലോകത്തേക്ക് പോകുന്നത്. നമ്മുടെ ജനിച്ച നാടും മണ്ണും ഒക്കെ വിട്ടു പോകുന്നത് ജീവിത സാഹചര്യങ്ങൾ തന്നെയാണ്, അല്ലേ? അതെ, അത്രേ ഉള്ളൂ. പക്ഷേ നമ്മൾ വേറെ നാട്ടിൽ പോയി കഷ്ടപ്പെട്ട് പഠിച്ചു വരുമ്പോൾ ഞാൻ പഠിച്ച ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ തന്നെ ജോബ് നേടണം എന്നുള്ളത് എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അല്ലെങ്കിൽ ബാക്ക് ടു കേരള എന്നൊരു ഓപ്ഷൻ തന്നെയായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ
പ്രൊഫഷണൽ ജോബ് കണ്ടുപിടിക്കുക എന്നുള്ളത് UK വലിയൊരു ടാസ്ക് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ മുട്ടിയ വാതിലുകളിലെല്ലാം തന്നെ കേട്ടത് നെഗറ്റീവ് കമന്റ്സ് ആണ്. ജോലി കിട്ടുക വലിയ ടാസ്ക് ആണ്, കിട്ടുന്ന ജോലിയിൽ നിൽക്കൂ, കിട്ടുന്ന വിസയിൽ നിൽക്കൂ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എനിക്കത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു. അങ്ങനെ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തു, യൂട്യൂബ് വീഡിയോസ് നോക്കി, എന്തുകൊണ്ട് ജോബ് കണ്ടെത്തുന്നില്ല, സ്വയം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അതിൽ ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു നമ്മുടെ കോമൺ ക്വസ്റ്റ്യൻസ്. ഇന്റർവ്യൂസിൽ കോമൺ ആയിട്ട് ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാ ദിവസവും മിററിന്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. പ്രാക്ടീസ് ചെയ്ത് വന്നപ്പോൾ ശരിക്കും ജോബ് കിട്ടുക മാത്രമല്ല, കുറെ നാൾ കഴിഞ്ഞപ്പോ ഇത് നമ്മുടെ പാർട്ട് ടൈം മാറി, ലൈഫിന്റെ പാർട്ട് ടൈം മാറി. ലൈക്ക് ജോബ് കിട്ടിയതിനു ശേഷം ഈ സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര മിസ്സിംഗ് ആയിട്ട് തോന്നി. അങ്ങനെയാണ് അത് എനിക്ക് ആങ്കറിംഗ് എന്ന് പറയുന്ന ഒരു വഴിയിലേക്ക് എന്നെ നയിച്ചതും ആ ഒരു ഹാർഡ് വർക്കാണ്. മിററിന്റെ ഫ്രണ്ടില് ചോദിക്കുന്ന ഒരു 2 ചോദ്യം ചോദിക്കൂ. യെസ്, ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് പ്ലീസ്. സ്കിപ്പ്. What is your biggest strength? Sorry? What is your biggest strength? ഓക്കെ പാസ്. അതിനുള്ള ആൻസർ പറയാം. മലയാളികളുടെ മനസ്സിൽ, ഹൃദയത്തിൽ സ്ഥാനം നേടി എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ അച്ചീവ്മെന്റും ഏറ്റവും വലിയ സ്ട്രെങ്തും. ഓക്കെ, കലക്കി. സോ മച്ച്. എന്തെങ്കിലും ചോദ്യം എനിക്കൊന്നും ചോദിക്കാല്ലേ? ഇത് എന്റെ പടിപാട് കേസാ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. Thank you so much once again. Okay. Thank you all. Thank you so much.